ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 17. തബലയുടെ ധ്വനിഗാംഭീര്യം. പ്രശസ്തി താൽക്കാലികമാണ്, ഞാൻ അപൂർണനുമാണ്, അതുകൊണ്ട് തന്നെ തെറ്റുപറ്റാവുന്ന വ്യക്തിയും. തബല എന്ന ഇന്ത്യൻ താളവാദ്യത്തെ ലോകസംഗീതാകാശത്തിന്റെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ച സാക്കിർ ഹുസൈൻ പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിൽക്കവേ പറഞ്ഞതാണിത്. കലയുടെ ഓരോ സഞ്ചാരവും പൂർണ്ണതയിലേക്കുള്ള അന്വേഷണങ്ങളാണെന്ന സത്യം എളിമയും വിനയവും നിറഞ്ഞ ഈ വാചകങ്ങളിൽ വാചാലമാകുന്നുണ്ട്. തന്നെ ഉസ്താദ് എന്ന് വിളിക്കരുതെന്നും സാക്കിർ ഭായ് എന്ന് വിളിച്ചാൽ മതിയെന്നുമുള്ള വാക്കുകൾ കലയിലൂടെ കൈവരുന്ന സാർവലൗകിക സാഹോദര്യത്തിന്റെ നിദർശനമത്രേ. സംഗീതത്തിന്റെ സാർവദേശീയവൽക്കരണമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് തബലയിൽ തന്റെ വേഗവിരലുകളെറിഞ്ഞ് ലോകത്തെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭയുടെ വേർപാട് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഉസ്താദ് ഡോക്ടർ സാക്കിർ ഹുസൈൻ. പഞ്ചാബ് ഘരാനയിലൂടെ തബലവാദനത്തെ ജനകീയമാക്കിയ പ്രശസ്തനായ തബലവാദകൻ ഉസ്താദ് അല്ലാറാഖ ഖാന്റെ അതിപ്രശസ്തനായ മകൻ. സാക്കിർ ഹുസൈന്റെ പുകൾ തബലയുടെ ധ്വനിഗാംഭീര്യം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു അകമ്പടി വാദ്യമെന്ന നിലയിൽ നിന്ന് തബലയെ ലോകവേദിയിലേക്ക് ഉയർത്തുന്നതോടൊപ്പം ഇന്ത്യൻ സംഗീതത്തിന്റെ മിതമായ മതനിരപേക്ഷ പാരമ്പര്യവും ബഹുസ്വരതയെന്ന അതിന്റെ സവിശേഷ ഗുണവും ഉയർത്തിപ്പിടിക്കാൻ ജാഗ്രത കാണിച്ചു അദ്ദേഹം. 1989 സഫ്ദർ ഹാഷ്മി എന്ന ജനകീയ നാടക പ്രവർത്തകനായ CPIM നേതാവിനെ നാടകം അവതരിപ്പിക്കുമ്പോൾ തെരുവിലിട്ട് കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സർഗാത്മക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ജനനാട്യമഞ്ചിന്റെ വേദിയിലെത്തിയിരുന്നു സാക്കിർ ഹുസൈൻ. 1989 സഫ്ദർ ഹാഷ്മി എന്ന ജനകീയ നാടക പ്രവർത്തകനായ CPIM നേതാവിനെ നാടകം അവതരിപ്പിക്കുമ്പോൾ തെരുവിലിട്ട് കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സർഗാത്മക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ജനനാട്യമഞ്ചിന്റെ വേദിയിലെത്തിയിരുന്നു സാക്കിർ ഹുസൈൻ. ചെറുപ്പം മുതൽ പഖാവജ് എന്ന താളവാദ്യത്തിൽ അഭ്യസനം തുടങ്ങിയ സാക്കിർ ഹുസൈൻ 7-ാം വയസ്സിലാണ് തബലയിൽ അനുഗാമിയായി വേദിയിലെത്തുന്നത്. വിഖ്യാത സരോദ് വാദകൻ അലി അക്ബർ ഖാന് അനുഗാമിയായി തുടങ്ങിയതാണ്. പിതാവിന് പകരക്കാരനായി വന്ന ആ ബാലന്റെ പ്രതിഭ ലോകം തിരിച്ചറിഞ്ഞു. ഉസ്താദ് ബിസ്മില്ല ഖാൻ, പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് വിലായത് ഖാൻ, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗറസിയ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തുടങ്ങിയ ഉപകരണ സംഗീത വിദഗ്ധരെയും പണ്ഡിറ്റ് ഭീംസൻ ജോഷി, പണ്ഡിറ്റ് ജസ്രാജ് തുടങ്ങിയ ഗായകരെയും പല വേദികളിൽ തബലയിൽ പിന്തുടർന്നു. താളവിദ്വാൻ മിക്കി ഹാർട്ടുമായി ചേർന്ന് ലോകപ്രസിദ്ധരായ പെർക്കഷൻ ആർട്ടിസ്റ്റുകളെ ചേർത്ത് തയ്യാറാക്കിയ പ്ലാനറ്റ് ഡ്രം ആൽബത്തിലൂടെയാണ് ഈ സംഗീതജ്ഞന്റെ മികവ് ലോകമറിഞ്ഞത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഗസൽ എന്ന കവിതയിലെ തബലയിൽ 1000 ദേശാടക പക്ഷികളുടെ ദൂരദൂരമാം ചിറകടി പെരുകിയെന്ന വരികൾ സാക്കിർ ഹുസൈന്റെ തബലവാദനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണെന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് ലോകം കണ്ടത്. ഹിന്ദുസ്ഥാനി എന്ന പോലെ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തെയും ഏഷ്യൻ സംഗീതത്തെയും ദക്ഷിണേന്ത്യൻ സംഗീതത്തെയും വിവിധ വൻകരകളിലെ നാടോടി സംഗീതത്തെയും അതിന്റെ താള വൈവിധ്യങ്ങളെയും ഒരുപോലെ ആശ്ലേഷിക്കാനുള്ള മനസ്സിന്റെ സർഗവിശാലതയാണ് സാക്കിർ ഹുസൈനെ വേറിട്ട് നിർത്തുന്നത്. ദക്ഷിണേന്ത്യൻ താളവാദ്യത്തിൽ തനിക്ക് അറിവ് പകർന്നവരെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് മണിയയ്യരെയും പാലക്കാട് രഘുവിനെയും അനുസ്മരിക്കുന്നുണ്ട് എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന പുസ്തകത്തിൽ സാക്കിർ ഹുസൈൻ. ഇസ്ലാം വിശ്വാസിയാണെങ്കിലും എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു. കുടുംബപ്പേരായ ഖുറൈഷിക്ക് പകരം ഹുസൈൻ എന്ന പേരിടാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അമ്മ ഗർഭിണിയായിരിക്കെ ഭിക്ഷയാചിച്ചു വന്ന ഒരു ഹിന്ദു സന്യാസിയാണത്രേ പേരുമാറ്റം നിർദ്ദേശിച്ചത്. ഭാര്യയും കഥക് നർത്തകിയുമായ അന്റോണിയോ മിനിക്കോളെ ക്രിസ്തുമത വിശ്വാസിയാണ്. സാക്കിർ ഹുസൈനുമായി അടുത്ത ബന്ധം പുലർത്തിയ മലയാളികളുടെ അഭിമാനമായ പെരുവനം കുട്ടന്മാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തബലയും സാക്കിർ ഹുസൈനും പരസ്പര പൂരകങ്ങളാണ്. അതായത് തബല എന്നാൽ സാക്കിർ എന്നും സാക്കിർ എന്നാൽ തബലയെന്നും പറയാം. അദ്ദേഹത്തിന് തബലയെന്നു മാത്രമല്ല മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട്. ഏറ്റവും വിനയാന്വിതനായ മനുഷ്യൻ, മറ്റുള്ളവരെയും മറ്റു കലകളെയും ബഹുമാനിക്കുന്ന കലയിലെ ചക്രവർത്തി. ആ നിലയ്ക്ക് കൂടി സാക്കിർ ഹുസൈൻ എന്നെന്നും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവും. സംഗീതത്തിന്റെ ഭാഷ സ്നേഹവും ഒരുമയുമാണെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്ന സാക്കിർ ഭായിക്ക് ദേശാഭിമാനിയുടെ അന്ത്യാഞ്ജലികൾ.